Greetings and welcome back to Brown Girl. അപ്പോൾ ക്രിസ്മസ് സീരീസ് തുടങ്ങിയിരിക്കുകയാണ്. രണ്ട് മൂന്ന് സ്നാക്സ് ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി കാണിച്ചു. അത് നമ്മളുടെ ബംഗാളിലും മഹാരാഷ്ട്രയിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മാത്രി എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റമാണ്. മാത്രി എന്ന് പറഞ്ഞാൽ അവർ ഒരുവിധമുള്ള ഫ്രൈഡ് ഐറ്റംസിനെയൊക്കെ നമ്മൾ ഉണക്ക പലഹാരം എന്നൊക്കെ പറയുന്ന പോലെ ഡ്രൈ ഐറ്റംസിനെ പറയുന്ന എന്താണ് മാത്രി എന്നുള്ളത്. അത് ട്വിസ്റ്റ് ചെയ്ത ഷേപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ് എന്തൊക്കെയാന്ന് വെച്ചാൽ മൈദ ഒരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഞാൻ ഓൾറെഡി ഇതിൽ ഇട്ടുപോയി. 2nd കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, അത് മിക്സ് ചെയ്യാൻ വെള്ളം, ഇത് ഇച്ചിരി ഗാർലിക് പേസ്റ്റ് ആണ് കേട്ടോ. ഗാർലിക് പേസ്റ്റ് ഉണ്ട്. ഒരു വലിയ സ്പൂൺ, എനിക്ക് തോന്നുന്നു ഒരു 2 ടേബിൾ സ്പൂൺ എന്ന് പറയാം ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെളുത്ത എള്ള്, നിങ്ങൾക്ക് ബ്ലാക്കോ വൈറ്റോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. കുറച്ചുകൂടി കളർഫുൾ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ബ്ലാക്ക് തന്നെ എടുത്തോളൂ. ഞാൻ ആദ്യം ഈ സിസേമി ഒന്നിട്ടു, പിന്നെ നമ്മളുടെ ബട്ടർ ഒന്നിട്ടു, ഗാർലിക് പേസ്റ്റ് ആണ് കേട്ടോ. ഉപ്പിട്ടു, ഉപ്പ് ആവശ്യത്തിന് ഇട്ടുള്ളൂ. അപ്പോൾ 2ാമത്തെ കപ്പ് പൊടിയാണ്. അത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾക്ക് വെള്ളം ആഡ് ചെയ്യാം. നമ്മൾക്ക് ആ ഇട്ട ഐറ്റംസ് എല്ലാം കൂടി ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പുറമെ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് എരിവ് ഇടാം കേട്ടോ. അതായത് ഞാനൊരു ഇച്ചിരി എരിവിടുക, കാരണം ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ സ്വീറ്റ് ആണ്, ഷുഗർ കോട്ടഡ് ആയിരുന്നു. ഇന്ന് ഞാനൊരു ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ഇടുവാണ്. അധികം ഇടണ്ട, കാരണം ചില്ലി ഫ്ലേക്സ് ചിലപ്പോൾ കരിയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചുമ്മാ ജസ്റ്റ് ഫോർ നെയിം സേക്ക്, പേരിന് കുറച്ച്. കൈകൊണ്ട് അതിനെ നല്ലപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുത്തിട്ട് വരാം. പിന്നെ നമ്മൾ നല്ലപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒരു 5 മിനിറ്റ് അതിൽ കൂടുതൽ നല്ലപോലെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ എന്താ പറയുക, പ്രസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ കൺസിസ്റ്റൻസി. ഒത്തിരി ലൂസും അല്ല തിക്കും അല്ല. നല്ലപോലെ 5 മിനിറ്റിൽ കൂടുതൽ നല്ലപോലെ നീഡ് ചെയ്തെടുത്തു. ഇനി അതിനെ നമ്മൾക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ ഒരു 5 മിനിറ്റ്സ്, 5 അല്ല, ഒരു 10 to 15 മിനിറ്റ്സ് നമ്മൾക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വിടാം. അപ്പൊ ഇതിപ്പോ ഒരു അരമണിക്കൂറായി കേട്ടോ. ഒരു 20 മിനിറ്റ് വെച്ചാൽ മതി, പക്ഷെ അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. കുറച്ച് വലിപ്പമുള്ള ഉണ്ടകള്, പൂരിയുടെ തന്നെ ഒരു ഇച്ചിരി കട്ടി വേണം. നമ്മൾക്ക് 2 തരത്തിലുണ്ടാക്കാം കേട്ടോ. ഞാൻ കുറച്ച് നേരിയതായിട്ടാണ് ഇത് പരത്തിയിരിക്കുന്നത്, കാരണം അത് ഡബിൾ ലെയർ ആയിട്ട് വെച്ചിട്ടുണ്ടാക്കാനാണ്. ഈ ഒരെണ്ണം കുറച്ച് തിക്കായിട്ട് എടുക്കാൻ പോവാണ്. ഇത് ഞാൻ കുറച്ച് തിക്കായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യം കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇങ്ങനെ 1 by 1 ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. അങ്ങനെ അത് 1 by 1 ആയിട്ട് റോൾ ചെയ്തെടുക്കുകയാണ്. ഒത്തിരി കട്ടി വേണ്ട, കാരണം അതുള്ളിൽ മുരിയാൻ കഷ്ടമാവും. ഇങ്ങനെ എടുക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണം അതനുസരിച്ച് ലെയർ ആക്കുക. 1, 2, 3 ലെയർ ആക്കിയതിന് ശേഷം
അപ്പം ഇത് കുറച്ച് കട്ടിയിൽ കിട്ടും. ഇത് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. അതിന് ഇച്ചിരി കട്ടി കുറവാ 1 ലെയറിന്, ഇത് ഡബിൾ ലെയർ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഡബിൾ ലെയർ വേണോ, ട്രിപ്പിൾ ലെയർ വേണോ. കാരണം തിക്കാവും തോറും അതിൻ്റെ ഉള്ളിൽ വേകാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ സിംഗിൾ ലെയർ ഉണ്ടാക്കത്തുള്ളൂ. പിന്നെ ഇവരിങ്ങനെ ഈ ഡയമണ്ട് ഷേപ്പിൽ തന്നെ ഫ്രൈ ചെയ്യുവാണെങ്കിൽ, ഇതിനെ മാത്രി എന്ന് പറയും. നമ്മൾ ഈ റോള് ചെയ്തതിനെയാണ് ട്വിസ്റ്റഡ് മാത്രി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടാല് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നോക്കിയതിന് ശേഷം തിരിച്ച് ചാനലിൽ വന്ന് അതിന്റെ അഭിപ്രായങ്ങളൊക്കെ തരിക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊക്കെ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. എന്റെ ചാനൽ വളരാൻ നിങ്ങൾക്കും കൂടെ ഒരു അവസരം ഞാൻ തരികയാണ്. നിങ്ങൾക്ക് ചെയ്യേണ്ടതൊന്ന് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും സഹോദരങ്ങളിലേക്കും എന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. അതിലൂടെ എൻ്റെ ചാനലുകളൊക്കെ കാണാനും ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കാനും, ഫുഡ് മാത്രമല്ല ട്രാവൽ ടിപ്സ് അങ്ങനെ പലതും ഉണ്ടാവും. അതെല്ലാം ഒന്ന് കണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ അറിയിക്കുക. എല്ലാവരോടും എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു ഇൻ അഡ്വാൻസ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇനിയും ഒത്തിരി റെസിപ്പീസ് ഉണ്ട് ഇങ്ങനെ കാണിച്ചു തരാനായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മൾ ഡബിൾ ലെയർ എടുത്തില്ലേ, അത് ഒത്തിരി വലിപ്പമാവും. അതുപോലെ എണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ഒത്തിരി വലിപ്പമാവും. ആ ഡബിൾ ലെയർ എടുത്തത് അതിന് ഒത്തിരി എണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ സ്റ്റിക്ക് ആവില്ല, ഓപ്പൺ ആയി പോകാൻ ചാൻസ് ഉണ്ട്. പൊടിയിട്ട് പരത്തിയാലും എണ്ണയിട്ട് പരത്തിയാലും ഇങ്ങനെ ഓപ്പൺ ആകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇങ്ങനെ ഷേപ്പിൽ തന്നെ കിട്ടണം എന്നില്ല. ഈ കളറിൽ മുരിഞ്ഞു വരണം. നമ്മളിത് ഇട്ട ഉടനെ മിക്സ് ചെയ്ത് കൊടുക്കരുത്. ഒന്ന് മുരിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് ഇളക്കുക. നല്ല തിളച്ച എണ്ണയിലേക്ക് തന്നെ വേണം ഇത് ഇടാനായിട്ട്. റോൾ ചെയ്യുമ്പോൾ ഒരിച്ചിരി പ്രസ് ചെയ്തെടുക്കാൻ നോക്കുക. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിലേക്കൊക്കെ ഇത് എത്തിച്ചു കൊടുത്ത് നമ്മളുടെ വൈറ്റി ഫാമിലി ഒന്ന് വലുതാക്കാൻ, എന്താ പറയുക, വൈറ്റി ഫാമിലിയെ കൂടുതൽ വളരുവാൻ വേണ്ടി നിങ്ങളും കൂടെ നിന്ന് സഹകരിക്കുക, അനുഗ്രഹിക്കുക. നിങ്ങൾക്കിപ്പോൾ സ്വീറ്റ് മതി, ഇങ്ങനത്തെ ഈ കാര വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിട്ട ഗാർലിക് പേസ്റ്റും ചില്ലി ഫ്ലേക്സും അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് അതില്ലാതെ ഉണ്ടാക്കിയതിന് ശേഷം ഷുഗർ കോട്ടിംഗ് ഇട്ടെടുക്കുകയോ അതല്ലെങ്കിൽ ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിൽ കുറച്ച് ഷുഗർ ചേർത്താലും മതി. കോട്ട് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ ഇതിൽ മുളകിനും ഗാർലിക് പേസ്റ്റിനും പകരം ഇച്ചിരി പഞ്ചസാര ഇട്ടിട്ട് കുഴക്കുക. അപ്പോൾ ഒരു മധുരം കിട്ടും.